ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻറ്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തനം 57 വാക്യങ്ങൾ 1 മുതൽ 3 വരെ. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നതുവരെ, കടന്നു പോകുന്നതുവരെ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. സ്നേഹമുള്ളവരെ, സങ്കീർത്തകൻ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ ദൈവം സങ്കീർത്തകനെ, ദാവീദ് രാജാവിനെ സഹായിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളത് എൻ്റെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഉയർച്ചകളും, എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, അതെല്ലാം എനിക്ക് ചെയ്തു തന്ന എൻ്റെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ് ഞാനിപ്പോൾ അഭയം പ്രാപിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, സാവൂൾ രാജാവിൻ്റെ കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഗോലിയാത്ത് എന്ന മല്ലനും അവരെല്ലാവരും പരാജയപ്പെടുമ്പോൾ ദാവീദ് ദൈവസഹായത്താൽ ഒരു കവണ കൊണ്ട്, ഏതാനും കല്ലുകൾ കൊണ്ട് ആ മല്ലനെ പരാജയപ്പെടുത്തുന്നതും, തുടർന്ന് ഇസ്രായേലിലെ സ്ത്രീകൾ ദാവീദിന് കൂടുതൽ മഹത്വം കിട്ടുന്ന വിധത്തിൽ പാട്ടുകൾ ആലപിക്കുന്നതും, സാവൂൾ അസൂയ കൊണ്ട് നിറയുന്നതും, സാവൂൾ 1000 കൊല്ലുമ്പോൾ ദാവീദ് 10,000 കൊല്ലുന്നു എന്നുള്ള വാക്കുകളൊക്കെ കേട്ട്, ഗാനങ്ങളൊക്കെ കേട്ട് സാവൂൾ അസൂയ കൊണ്ട് നിറയുന്നതും, അങ്ങനെ നിഷ്കളങ്കനായ ദാവീദിനെ വധിക്കുവാൻ സാവൂൾ തീരുമാനിക്കുന്നതും, അങ്ങനെ ദാവീദിനെ വധിക്കുവാനുള്ള പരിശ്രമങ്ങളുമായിട്ട് സാവൂൾ മുമ്പോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്നും കർത്താവ് ദാവീദിനെ രക്ഷിച്ചു. സാവൂള് ഈ ദാവീദിനെ കൊല ചെയ്യുന്നതിൽ നിന്നും, കൊലപ്പെടുത്തുന്നതിൽ നിന്നും പലയിടങ്ങളിലും കർത്താവ് ഈ ദാവീദിനെ രക്ഷിച്ചു. ദാവീദിന് പല അവസരങ്ങൾ സാവൂളിനെ വധിക്കുവാൻ കിട്ടിയിരുന്നു. പക്ഷേ കർത്താവിൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അഭിഷിക്തനോട് അങ്ങനെ പ്രവർത്തിച്ചിട്ട് നിർദോഷനായിട്ട് എനിക്ക് കഴിയാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യത്തോടെ തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ ഈ പ്രശ്നത്തെയും ഈ പ്രതിസന്ധിയും ദാവീദ് ഏൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. സ്നേഹമുള്ളവരെ, ഇത്രയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും, ജീവൻ തന്നെ അപകടത്തിലായിരിക്കുമ്പോഴും, മരണവക്ത്രത്തിലായിരിക്കുമ്പോഴും ദാവീദ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്ക് വേണ്ടി ഇതുവരെ എല്ലാം ചെയ്തു തന്ന ദൈവം ഈ സമയത്തും എൻ്റെ കാര്യത്തിൽ ഇടപെടും, ഈ പ്രതിസന്ധിയിലും ദൈവം ഇടപെടും. അതെ, തീർച്ചയായിട്ടും ദാവീദ് വിശ്വസിച്ചതുപോലെ, ദാവീദ് പാടിയതുപോലെ ദാവീദിന് എല്ലാം ചെയ്തു കൊടുത്ത ദൈവം ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ, സാവൂളിൻ്റെ വാളിൽ നിന്നും കുന്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ ദൈവമേ, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. എത്ര വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വിശ്വാസികളായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഭീഷണികളും പ്രതിസന്ധികളും തകർച്ചകളും ഒക്കെ കടന്നു വരുമ്പോഴും ദാവീദിനെ പോലെയുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്, എന്നെ ഇതുവരെ വളർത്തിയൊരു ദൈവമുണ്ട്, എന്നെ ഇതുവരെ പിടിച്ചു നിർത്തിയൊരു ദൈവമുണ്ട്, എന്നെ ഇതുവരെ സംരക്ഷിച്ചൊരു ദൈവമുണ്ട്, എന്നെ ഇതുവരെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇപ്പോഴത്തെ പ്രതിസന്ധിയിലും എന്നെ നയിക്കും, എന്നെ സംരക്ഷിക്കും എന്നുറച്ച് വിശ്വസിക്കുവാൻ ദാവീദിനെ പോലെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു അമ്മയെ കണ്ടതോർക്കുകയാണ്. ആ അമ്മയുടെ ജീവിതത്തിലെ അനുഭവം എൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ദൈവം അവരെ നയിച്ചതും വഴി നടത്തിയതും ഈ വിനാശത്തിൻ്റെ ആ കൊടുങ്കാറ്റിൽ നിന്ന് അവർ കരകയറിയതും പറയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ജീവിത പങ്കാളി 4 മക്കൾ
അങ്ങനെ ഒരു കുടുംബമാണ്. 3 പെൺകുട്ടികൾ, ഏറ്റവും ഇളയതായിട്ടൊരു ആൺകുട്ടിയുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടെ പോകുന്നു. ഈ അമ്മ വീട്ടിലെ ജോലികൾ, ഈ 4 കുട്ടികളുള്ളതുകൊണ്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകുമ്പോഴാണ് ഒരു അപകടത്തിൽപ്പെട്ട അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തകർച്ചയായിരുന്നു. കാരണം അതുവരെ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടി ഭർത്താവിനോടൊപ്പം പോകുന്നു, അല്ലെങ്കിൽ മക്കളോടൊപ്പം പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുന്നു. അതിനപ്പുറം മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടൊന്നും, ഒരു ജോലിക്കായിട്ടോ ഒരു കച്ചവടത്തിനായിട്ടോ ഒരു ബിസിനസ്സിനായിട്ടോ ഒന്നും പോയി പരിചയമുള്ള ഒരാളല്ല. പെട്ടെന്നാണ് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത്. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആ സഹോദരി ചിന്തിച്ചു. ആദ്യം അവരുടെ ജീവിതത്തിലേക്ക് പിശാച് ഒരു തെറ്റായ ചിന്ത കൊടുത്തു. ഇനി നിനക്ക് മുമ്പോട്ട് പോവുക എളുപ്പമല്ല, അതുകൊണ്ട് നീ 4 മക്കളെയും കൊന്ന് നീയും മരിക്കുക, അതാണ് ഏറ്റവും നല്ല വഴിയെന്ന് പിശാച് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ സഹോദരി നല്ല ദൈവവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വീണ്ടും വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈ സഹോദരിക്ക് ഒരു ഉറപ്പ് കിട്ടി. ദൈവം ഇത്രത്തോളം നിന്റെ കാര്യങ്ങൾ നടത്തി തന്ന ദൈവം, ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടത്തി തന്ന ദൈവം നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഈ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുമ്പോട്ട് പോകുവാൻ കയ്യിൽ കാര്യമായിട്ടുള്ള നീക്കിയിരിപ്പ് പണമൊന്നുമില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കയ്യിൽ പണമൊക്കെ തീർന്നു. പക്ഷേ പല സുഹൃത്തുക്കളും, അവരുടെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന പല ബന്ധുക്കളും എല്ലാവരും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകി. അങ്ങനെ ഈ സഹോദരി അതിനിടയിൽ ചെറിയ ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ സഹോദരി ചെയ്ത് പുറത്തു പോയി പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ കുറച്ചൊക്കെ പണം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം കുട്ടികളെ മറ്റു പലരുടെയും സഹായത്തിൽ പഠിപ്പിച്ചു. അങ്ങനെ മൂത്ത പെൺകുട്ടിക്ക് നഴ്സിംഗ് പഠിക്കുന്ന സമയമായപ്പോൾ അവരെ ചില ബന്ധുക്കൾ പഠിപ്പിക്കാൻ സഹായിച്ചു. അങ്ങനെ ആ കുട്ടി പഠനത്തിലേക്ക് പ്രവേശിച്ചു. ഏറെ കഷ്ടതകളോട് കൂടിയാണെങ്കിൽ പോലും മറ്റു കുട്ടികളും അങ്ങനെ പഠിച്ചു വന്നു. ചുരുക്കി പറഞ്ഞാൽ അവസാനം ആ മകളുടെ നഴ്സിംഗ് പഠനം പൂർത്തിയായി. അപ്പോഴേക്കും 2ാമത്തെ മകൾ മുതിർന്നു. ആ പെൺകുട്ടിയെ സഹായിക്കാനും അവരെ പഠിപ്പിക്കാനും ചില സുഹൃത്തുക്കളൊക്കെ വന്നു. അവർ പഠിച്ചു. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒരു എയർപോർട്ടിൽ ഒരു ജോലി ലഭിച്ചു. അതിനുശേഷം 3ാമത്തെ പെൺകുട്ടി വന്നു. അങ്ങനെ 3ാമത്തെ പെൺകുട്ടിക്ക് വീണ്ടും നേഴ്സാകണമെന്ന ആഗ്രഹം വന്നു. അവളെ ചിലർ മൂത്ത കുട്ടികൾക്കൊക്കെ അപ്പോഴേക്കും കുറച്ച് സാലറിക്ക് കിട്ടിത്തുടങ്ങി. അവരുടെ സഹായത്താലും ലോൺ എടുത്ത് 3ാമത്തെ കുട്ടിയെ പഠിപ്പിച്ചു. അങ്ങനെ 4ാമത്തെ ആൺകുട്ടിയാണ്. അവനെ ഇവർ 3 പേരും കൂടെ അവർ എൻജിനീയറിങ്ങിന് പഠിപ്പിക്കുകയാണ്. അവൾ ഈ 4ാമത്തെ ആൺകുട്ടി എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ അമ്മയെ കാണുന്നത്. അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛാ, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയുകയില്ലായിരുന്നു. ഞാൻ ഈ 4 മക്കളെയും കൊണ്ട് മരിച്ചാലോ എന്നാണ് കൂടുതലും ചിന്തിച്ചത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അതിതായിരുന്നു, ഇത്രത്തോളം നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ദൈവം. ദാവീദ് പറയുന്നത് പോലെ ഇന്നുവരെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ദൈവം എൻ്റെ തുടർന്നുള്ള കാര്യങ്ങളും ചെയ്യുമെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. സ്നേഹമുള്ളവരെ, അത് വലിയ സത്യമാണ്. ജീവിതത്തിൽ തകർച്ചകളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പിശാച് നിരാശപ്പെടുത്തുവാനുള്ള പല ചിന്തകളും നമുക്ക് തരുമ്പോൾ ദാവീദ് രാജാവിനെ പോലെയുള്ള പ്രത്യാശയുടെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ദൈവം ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും എന്നെ സഹായിക്കുമെന്നുള്ള ബോധ്യം നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മുടെ കാര്യം നോക്കും. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ കാര്യം നോക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ദൈവം എല്ലാ കാര്യം നോക്കിക്കൊള്ളുമെന്ന് കരുതി വെറുതെ ഇരിക്കാനല്ല പറയുന്നത്. ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നമ്മൾ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം തിരുവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവിൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും, നമ്മളെ സഹായിച്ചുകൊള്ളും. സങ്കീർത്തനം 91-ന്റെ 4-ാമത്തെ തിരുവചനം, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 13-ാം തിരുവചനം, ആകാശമേ ആനന്ദഗാനം ആലപിക്കുക,
ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഇതുവരെ നമുക്കെല്ലാം ചെയ്തു തന്ന ദൈവം ഇപ്പോഴത്തെ തകർച്ചകളിലും പ്രതിസന്ധികളിലും രോഗത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കലഹങ്ങളിലും ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ദാവീദ് രാജാവിനെ പോലെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ, കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാം ഏൽപ്പിക്കുവാനുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യേശു നമുക്ക് തരുന്ന മാതൃക അതല്ലേ? യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഈശോ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലെല്ലാം ഏൽപ്പിക്കുകയല്ലേ? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അർത്ഥം പിടികിട്ടാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഉത്തരമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് ഈ ദാവീദിന്റെ വചനം ഓർമ്മിക്കാൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പറയുകയാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നതുവരെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ചെറുകളുടെ കീഴിൽ അഭയം പ്രാപിക്കും. എനിക്ക് വേണ്ടി ഇതുവരെ എല്ലാം ചെയ്തു തന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. ഈ ഒരു ബോധ്യം നമ്മളിൽ ഉറയ്ക്കട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഉണർവോടെ ജീവിക്കാനുള്ള അഭിഷേകം തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനിൻ ആഗതന സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനിൻ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ആരാധന സ്തുതിയേ ആരാധന സ്തുതിയേശുവേ ആരാധന സ്തുതിയേശുവേ. രോഗികളെ സമർപ്പിച്ച്, ആരാധന എല്ലാ മക്കളെയും സ്തുതിയേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ദിവ്യകാരത്തൊഴുകുന്ന പ്രകാശത്തിൽ
നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകുന്ന നിമിഷങ്ങളാണ്. രോഗത്തിൻ്റെ അന്ധകാരം, ദാരിദ്ര്യത്തിൻ്റെ അന്ധകാരം, ജഡിക പാപങ്ങളുടെ ഇരുട്ട്, അതോടൊപ്പം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ ഇരുട്ട് എല്ലാം ഈ പ്രകാശത്തിൽ നീങ്ങിപ്പോകുന്ന സമയമാണ്. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെയും മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ടവരെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയാകുന്ന പ്രകാശത്തിൽ ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെല്ലാം നീങ്ങിപ്പോകട്ടെ. കർത്താവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ദാവീദ് രാജാവ് ഏറ്റുപറയാണ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ ഞാൻ വിളിക്കും, വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം. ദാവീദ് രാജാവ് സാവൂൾ രാജാവിനാൽ വേട്ടയാടപ്പെടുകയാണ്. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി സാവൂൾ ദാവീദിൻ്റെ പിന്നാലെ എല്ലായിടത്തും എത്തുകയാണ്. പക്ഷേ ദാവീദ് സാവൂളിനെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നില്ല, എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതാണ് ദാവീദിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഹൃദയമെന്ന് പറയുന്നത്. തന്നെ കൊല്ലാൻ നോക്കുന്നവനെ കൊല്ലാനല്ല ദാവീദ് ചിന്തിക്കുന്നത്. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. അതേ സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഭീഷണികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എതിർക്കാനും കൊല്ലാനും അടിക്കാനും ഒന്നുമല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് എല്ലാം ചെയ്തു തരുന്ന കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ വചനം അതാണല്ലോ, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിന്നെ താങ്ങും. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്തു തരുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം. പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണം ഈശോയെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് എല്ലാ മക്കളെയും കരകയറ്റണം ഈശോയെ. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ തുറന്നതുപോ, വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ തുറന്നതുപോ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാം സമർപ്പിച്ച് എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. യേശുവിന്റെ ശക്തി, തളരാതെ സൗഖ്യത്തിന്റെ അഭിഷേകം പതരാതെ യേശുവിന്റെ നാമത്തിൽ, ലജ്ജിച്ചു യേശുവിന്റെ പോകയില്ല, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ,
ആരാധന ഹല്ലേലൂയ. തളരാതെ നിന്ന പതറാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ദാവീദിനെ പോലെ ഈ മനോഭാവം നമുക്കുണ്ടാകട്ടെ. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ശരണം പ്രാപിക്കും. ഈ വലിയ പ്രത്യാശയോടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധനാസ്തുതിയേശുവേ, ആരാധനാ സ്തുതിയേശുവേ, ആരാധനാ സ്തുതിയേശുവേ, ആരാധനാ സ്തുതിയേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.